ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സുർബിയാൻ റൈസിന്റെ റെസിപ്പിയാണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് റൈസ് ആയത് അധികം അറിയാൻ കഴിയുമായിരിക്കും. ഇത് നമ്മളെ മന്തിന്റെയും ഒരു ബിരിയാണിന്റെയും ഒരു മിക്സഡ് ടേസ്റ്റ് കിട്ടുന്ന പോലത്തെ ഒരു റൈസ് ആട്ടെ. ഇത് പേഴ്സണലി എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു റൈസ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് ആ ഒരു പാത്രം തന്നെയാട്ടാ ഈ ഒരു സമയത്ത് വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. ഞാൻ 4 നല്ല വലുപ്പമുള്ള ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉള്ളി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ ഇതാ ഉള്ളി ഞാൻ 2 തവണയായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒന്നിച്ചിട്ടതിന് അങ്ങനെ പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടൂല. അപ്പോൾ 2 തവണയായിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉള്ളി നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് ടൈം എടുക്കും ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ടൈം എടുത്താലും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറാക്കിയിട്ട് അങ്ങനെ എടുക്കാം. ഇത് നല്ല അങ്ങോട്ട് ഉള്ളി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തീരെ അങ്ങോട്ട് ഫ്രൈ ആയി പോവാണ്ടിരിക്കാനും പാടില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറാകുന്നവരെ ഫ്രൈ ആക്കി എടുക്കാം. അതായത് ഉള്ളി ഒന്ന് നല്ലോണം പൊരിഞ്ഞു കിട്ടണം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ട് ഈ ഒരു ഇതിൽ അതിലുള്ള ഓയിൽ കംപ്ലീറ്റ് വാർത്തി എടുത്തിട്ട് തന്നെ ഉള്ളി ഇതിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പൊ ഇതാണ് പകുതി ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉള്ളിയും കൂടി ഞാൻ ഫ്രൈ ആക്കി എടുക്കട്ടെ. ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് നോക്കിയിട്ട് തന്നെ ചെയ്യാം. കാരണം ഈ ഒരു സ്റ്റെപ്പ് കൊളായി പോയിട്ടുണ്ടെങ്കിൽ ആ റൈസ് മൊത്തത്തിൽ അങ്ങ് കൊളായി പോവും. അപ്പൊ ഇതാ മുഴുവനായിട്ട് ഞാൻ ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അതവിടെ നിന്നോട്ടെ. ഈ ഒരു ഓയിലാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ആട്ടോ എടുത്തത്. അപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 ഉരുളക്കിഴങ്ങ് അങ്ങനെ എടുക്കാം. വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് അങ്ങനെ എടുത്താൽ മതി. ഞാനിതാ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് 4 പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഈ ഒരു ഓയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കുറെ ടൈം ഇട്ട് ഫ്രൈ ആക്കൊന്നും വേണ്ട. കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ നമുക്കിത് ഇനി എടുത്ത് മാറ്റാം. ഇതെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഈ ഒരു സെയിം പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കിലോ ചിക്കന്. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് 1 മിനിറ്റ് ഒന്ന് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ. അതായത് ഒരു വൈറ്റ് കളറിലേക്ക് വന്നോട്ടെ. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ മതി. അങ്ങനെ ഒരു വൈറ്റ് കളറിലേക്ക് ചിക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി വേണ്ട പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യുമിൻ സീഡ്.
ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവാട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെല്ലാം കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക. ടീസ്പൂണും ടേബിൾ സ്പൂണും അങ്ങനെ കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അറബിക് മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അറബിക് മസാല തലശ്ശേരി കിച്ചൺ ടൈം എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ട് മാറ്റി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അരവ് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിതാ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി ആട്ടോ എടുത്തത്. അത് ചെറുതായിട്ട് നേരിയതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. പിന്നെ വെളുത്തുള്ളി എടുത്തതിന്റെ നേർപകുതി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, അതുപോലെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാട്ടാണ് എടുത്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച ഉള്ളിന്ന് നേർപകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുത്തത്. മിക്സിന്റെ ജാറ് കുറച്ച് ചെറുതായതുകൊണ്ട് 2 തവണയായിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ജാറിലാണ് ഇടുന്നതെങ്കിൽ ഒന്നിച്ചങ്ങനെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടിയ ശേഷം ബാക്കിയുള്ളതും കൂടി ഒന്നിച്ച് അതിലേക്ക് തന്നെ ഇട്ടിട്ട് അങ്ങനെ ഒന്നിച്ച് അരച്ചെടുത്തേട്ടാ ചെയ്തത്. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കന് നമ്മൾ ഇതിലേക്ക് പാത്രത്തിലിട്ടിട്ട് കുറച്ചൊന്ന് ആയി വരുമ്പോൾ തന്നെ ഈ ഒരു അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരവ് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. 3 കപ്പ് ബസ്മതി റൈസ് ആട്ടാ ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഒരു 3/4 കിലോ ഉണ്ടാവും റൈസ്. ഇത് 3 വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് പുതർത്തി വെക്കണം. അപ്പം ഞാൻ നല്ലോണം കഴുകിയിട്ട് അത് വെള്ളത്തിലൊന്ന് പുതർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ചിന്. കാരണം നമ്മളിത് റൈസ് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വെച്ചിന്. നമ്മൾ ചിക്കന് കുറച്ച് വെന്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ റൈസും കൂടി വേവിക്കാൻ വേണ്ടി വെക്കണം. കാരണം റൈസ് ഒരു 80% മാത്രം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ട് വേവിക്കുന്നത്. ബാക്കി ഒരു 20% ദം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വെന്ത് വരെ ചെയ്യാൻ. അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ട് തന്നെ വെക്കണം. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഏലക്കായി, ഒരു 4 കറാമ്പ്, 2 പീസ് പട്ട, 1 ടീസ്പൂൺ ഓയിൽ, പിന്നെ അതിനാവശ്യമായിട്ടുള്ള റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഓറഞ്ചിന്റെ തൊലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഓറഞ്ചിന്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാ തൊലി ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ടല്ല, എന്നാലും കുറച്ചൊന്ന് ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുസമ്പിന്റെ തൊലി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സിട്രസിന്റെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് നിർബന്ധമായിട്ട് ചെയ്യാം. കാരണം ഈ ഒരു ഫ്ലേവർ ആ റൈസിലേക്ക് ഇറങ്ങണം. എങ്കിലേ ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു സുർബിയൻ റൈസിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് പുതർത്തി വെച്ച ബസ്മതി റൈസ് നല്ലോണം വെള്ളം കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെക്കാം. ആ റൈസ് ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു സമയത്ത് ചിക്കനിലേക്ക് ഞാനിപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ചെറിയ ക്യാപ്സിക്കം ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു
ടേസ്റ്റ് കിട്ടും എന്തായാലും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് അടച്ചു വെക്കാം. ആ ചിക്കനും ഒന്ന് വെന്ത് വരട്ടെ. നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഒരു 90% വെന്തിട്ടുണ്ടാവണം, അതുപോലെ റൈസ് ഒരു 80% വെന്തിട്ടുണ്ടാവണം. എന്നിട്ട് രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ട് ബാക്കി ആ ദമ്മിന്ന് വെന്ത് വരണം. അപ്പൊ ഇതാ റൈസ് ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത ആ ഒരു ഓറഞ്ചിന്റെ തൊലി ഫസ്റ്റ് തന്നെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത ആ റൈസിന്ന് നേർ പകുതി എടുത്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എടുത്ത് മാറ്റി ചിക്കനിലേക്ക് ഇടുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വാർത്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. വെള്ളത്തോടു കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ റൈസ് ആകെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വാർത്തിട്ട് തന്നെ എടുക്കാം. നേർ പകുതി ഈ ഒരു സമയത്ത് ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച് ആ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം. ഇനി വേണമെങ്കിൽ കാഷ്യൂം കിസ്മിസും കൂടി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഇടാം, അതല്ലെങ്കിൽ ബദാം അങ്ങനെ ഇടാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ പാലിൽ മഞ്ഞൾ കലക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു റൈസും കൂടി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളി ഫ്രൈ ആക്കി എടുത്തത് അത് ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കാഷ്യൂ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു മഞ്ഞളിന്റെയും പാലിന്റെയും ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ RKG ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ കാഷ്യൂ വറുത്തെടുത്ത ആ ഒരു RKG ആട്ടാ ചേർത്ത് കൊടുത്തത്. നമ്മൾ റൈസിലേക്ക് ആ വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂണ് ഓയിൽ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിന് 3 ടേബിൾ സ്പൂണ് RKG ഇതിന് മേലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. RKG അല്ലെങ്കിൽ ഫ്ലേവർ വരുന്ന ടൈപ്പ് ഏത് നെയ്യാലും കുഴപ്പമില്ല. പിന്നെ അതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഓറഞ്ചിന്റെ തൊലി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് വേവിച്ചിട്ടെടുക്കാം. നിങ്ങൾ അടച്ചു വെക്കുന്ന മൂടിക്ക് ഹോൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫോയിൽ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ സുർബിയാൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് മേലെ വെച്ച് ആ ഒരു ഓറഞ്ചിന്റെ തൊലിയെല്ലാം ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് മേലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.